ഹായ് ഓൾ, ഇറ്റ്സ് മീ ആയിഷ ജബീൻ. കോൺവക്കേഷന് പോവാന്നും പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മേക്കപ്പ് ഇട്ട് പോയ ആളെ കുറച്ചായില്ലേ കണ്ടിട്ട്. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് ഫുള്ള് ഭാഗങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഭാഗം വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. ആ ഭാഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ എല്ലാവരും കോട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. ഞാനും വേഗം ഒരു കോട്ടും ക്യാപ്പൊക്കെ എടുത്തിട്ട് വേഗം റെഡിയായി. ബാക്കിയുള്ളവർക്കും കെട്ടിക്കൊടുത്തു. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതിന്. അപ്പോൾ നമ്മളെ നിഹാൽ നാലഞ്ചിറക്കലില്ലേ, അവനായിരുന്നു നമ്മളെ ചീഫ് ഗസ്റ്റ് വന്നത്. ഇവൻ എൻ്റെ ജൂനിയറും കൂടിയാണ്. ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല ഇവന് എന്നെ കണ്ട് റെക്കഗ്നൈസ് ചെയ്യും. ഞങ്ങളങ്ങനെ ഭയങ്കര കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. പിന്നെ അവൻ്റെ നല്ലൊരു റിലീസ് ആവാനുള്ള നല്ലൊരു അടിപൊളി പാട്ട് ഞങ്ങൾക്ക് പാടിത്തന്നു. അതിപ്പോൾ ഞാനിവിടെ എക്സ്പോസ് ചെയ്യുന്നില്ല. ഇനാഗ്രേഷന് ശേഷം ഞങ്ങളെ സർട്ടിഫിക്കറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അങ്ങനെ ഞാനും എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര കാത്തിരിക്കുകയാണ് എന്നെ എപ്പോൾ വിളിക്കും എന്നുള്ളത്. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഈ ഒരു കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ആ ഒരു BGMൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്ന കാര്യം. സത്യം പറഞ്ഞാല് എക്സൈറ്റ്മെന്റ് കൊണ്ടിട്ട് 32 പല്ലും കാട്ടി ഇളിച്ചുകൊണ്ട് നിന്നിട്ട് ഒരൊറ്റ ഫോട്ടോ പോലും നല്ലപോലെ കിട്ടിയിട്ടില്ല. അത്രയും എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അതിനുശേഷം ഞങ്ങൾ ഓരോ ടീച്ചേഴ്സും വന്ന് ഞങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് ക്ലാസ്സും കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ അവർ കെൻമിയുടെ ഒരു പുതിയ ആഡ് ചെയ്തതൊക്കെ ഞങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. അവിടെ കെൻമിയിൽ ഓരോരുത്തരെ പെർഫോമൻസ് വെച്ചിട്ട് അവർക്ക് ഓരോ അവാർഡ്സ് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് കുറച്ച് കാറ്റഗറൈസിൽ. അങ്ങനെ ഞങ്ങളെ ബാച്ചിന്റെ ബെസ്റ്റ് അക്കാദമിക് സ്റ്റാർ ഞാനായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു മൊമെന്റ്. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറെ ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ ആയിരുന്നു അതിന് ശേഷം. പിന്നെതാ ഞാനിപ്പോൾ ഞങ്ങളെ കുറച്ച് നല്ല നല്ല ഫോട്ടോസാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ കുഞ്ഞു വ്ളോഗ് വരുന്നത്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കീപ് സപ്പോർട്ട്.